ഹായ് ഫ്രണ്ട്സ്, എവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8 തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയിൽ പാകിസ്ഥാനെ അവസാന ഓവറിൽ 2 വിക്കറ്റിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 164 റൺസ് നേടിയിട്ടുള്ളത്. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് 19.1 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം കാണുകയും ചെയ്തു. ഈ പല്ലക്കല സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 146 റൺസാണ് എടുത്തത്. ശ്രീലങ്ക 95 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ബോളിംഗ് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ്, അതായത് ഒരു ഹൈ സ്കോറിങ് പിച്ചല്ല പല്ലക്കല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന പല മത്സരങ്ങളും 200+ സ്കോർ ചെയ്യും സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയും. ബാംഗ്ലൂരിലായിക്കോട്ടെ അല്ലെങ്കിൽ അഹമ്മദാബാദൊക്കെ തന്നെ. പല്ലക്കൽ ശ്രീലങ്കയിലെ പല്ലക്കൽ പിച്ച് എന്ന് പറയുന്നത് അത്ര ഒരു ഹൈ സ്കോറിങ് വെന്യൂ അല്ല, ഹൈ സ്കോറിങ് മാച്ച് നടക്കുന്ന ഒരു ഗ്രൗണ്ട് അല്ല എന്നുള്ളതാണ്. 164 റൺസ് പാകിസ്ഥാൻ നേടിയത് തന്നെ അവരുടെ ഓപ്പണറായിട്ടുള്ള സക്കീബ് സദ ഫർഹാൻ 45 ബോളിൽ 63 റൺസ് അദ്ദേഹം നേടി. അതുപോലെ ബാക്കി എല്ലാവർക്കും 20-25 റൺസിൻ്റെ ഒരു സംഭാവന മാത്രം. ഇപ്പോൾ ബാബർ അസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉസ്മാൻ ഖാൻ, ഫക്കർ സൽമാൻ, അങ്ങനെയുള്ളവരൊക്കെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണ് 164 റൺസ് പാകിസ്ഥാൻ നേടിയത്. ഇതിൽ ഏറ്റവും പറയേണ്ടത് ഇംഗ്ലണ്ടിലെ മറുപടി ബാറ്റിങ്ങിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാരി ബ്രൂവിൻ്റെ സെഞ്ചുറി തന്നെയാണ്. 51 ബോളിൽ നിന്നും 50 ബോളിൽ അദ്ദേഹം സെഞ്ചുറി ഇടുന്നു, 51ാമത്തെ ബോളിൽ അദ്ദേഹം ഔട്ടാകുന്നു. അപ്പോൾ ആകെ 166 റൺസാണ് ഇംഗ്ലണ്ട് നേടിയത്. ചേസ് ചെയ്തപ്പം 165 ജയിക്കാൻ 166 റൺസ് നേടി. അതിൽ 100 റൺസ് നേടിയത് ഹാരി ബ്രൂ ഒറ്റയ്ക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ബാറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അവരെ കരകയറ്റിയത്. പിന്നീട് അടുത്ത സെക്കൻഡ് ഹൈ സ്കോർ എന്ന് പറയുന്ന വിൽജാസ് നേടിയ 28 റൺസാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബാക്കിയുള്ള 8 വിക്കറ്റ് പോവുകയും ചെയ്തു. അതേ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കഴിഞ്ഞ മത്സരത്തിലെ അർദ്ധ സെഞ്ചുറി നേടിയ ഫിലിപ്സായിട്ട് ഇപ്രാവശ്യം ഗോൾഡൻ ഡക്ക് ആവുകയാണ് ചെയ്തത്. അതായത് ഷാഹിദ് അഫ്രീദിയുടെ ബോളിൽ ബൗൾഡായി. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സൂപ്പർ താരമായിട്ടുള്ള ജോസ് ബട്ട്ലറുടെ ഔട്ട് ഓഫ് ഫോം. അദ്ദേഹം ഇന്നും 2 റൺസ് എടുത്ത് പുറത്തായി. അപ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര ശോഭയം നിറഞ്ഞ അല്ലെങ്കിൽ അത്ര ഉജ്ജ്വലമായ വിജയമായിരുന്നില്ല ഇംഗ്ലണ്ടിൻ്റെ പലതും എന്ന് പറയുന്നത്. സൂപ്പർ 8ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഗ്രൂപ്പ് ഘട്ടം കടന്ന് സൂപ്പർ 8ലേക്ക് വന്നപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് ജയിക്കുന്നു. ശ്രീലങ്കേനെ ചെറിയ സ്കോറിൽ 100 പോലും എടുക്കാൻ സമ്മതിക്കാതെ ഓൾ ഔട്ട് ആയിക്കൊണ്ട് ഒരു 51 റൺസിൻ്റെ വിജയം എഴുതുന്നു. അതുപോലെ പാകിസ്ഥാനെ അവർ 19.1 ഓവറിൽ ചേസ് ചെയ്ത് 2 വിക്കറ്റിനാണെങ്കിൽ പോലും നല്ലൊരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഹാരി ബ്രൂ ഫോമിലേക്ക് വന്നു. അതിന് ഫിലിപ്സോട് ഓൾറെഡി ഫോമിലാണ്. ഈ കളിയാണ് ഇപ്പോൾ ഹോൾഡ് ഉണ്ടാക്കായത്. ബട്ട്ലറും കൂടി ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് നല്ലൊരു സൈഡാവും. ഇനി ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബോളിംഗ് സൈഡിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ ഷഹീൻ അഫ്രീദി 1-2 മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യക്കെതിരെയുള്ള മാച്ച് കഴിഞ്ഞ ശേഷം 2 കളികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ന് വളരെ നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയത്. 4 ഓവറുകളിൽ നിന്നും 30 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്താനായിട്ട് ഷഹീൻ അഫ്രീദിക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ഉസ്മാൻ താരിക്ക് 2 വിക്കറ്റ് നേടുന്നു. അങ്ങനെയൊക്കെ ഒരു ബോളിംഗ് പ്രകടനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിയോൺ ഡോൺസൺ 4 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ജോഫ്ര ആർച്ചർക്ക് 2 വിക്കറ്റ് കിട്ടുന്നു. അങ്ങനെ വളരെ മികച്ച ഒരു ആദ്യ ഒരു വിക്കറ്റ് നേടാൻ സാധിക്കുന്നു. അങ്ങനെ വളരെ മികച്ച ഒരു ബോളിംഗ് പ്രകടനം അവർ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും അതിശക്തരായിട്ട് വരും. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബട്ട്ലറും കൂടെ ഒന്ന് ഫോമായി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് വളരെ നല്ലൊരു മികച്ച സൈഡായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഈ ഗ്രൂപ്പിൽ നിന്നും സെമി സാധ്യത പരിഗണിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഇപ്പോൾ ഓൾറെഡി 2 മത്സരം ജയിച്ചു. ശ്രീലങ്കയായിട്ട് പാകിസ്ഥാൻ ജയിച്ചു. ഓൾറെഡി അവർ 4 പോയിൻ്റ് അവർ ഏകദേശം സെമി ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. പാകിസ്ഥാനെ സംബന്ധിച്ചോളം ആദ്യത്തെ കളി മഴ മൂലം ഉപേക്ഷിച്ചതുകൊണ്ട്, ന്യൂസിലൻഡായിട്ടുള്ള കളി മഴ മൂലം ഉപേക്ഷിച്ചുകൊണ്ട് 1 പോയിൻ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കളി ഇംഗ്ലണ്ട് എടുത്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അവർക്ക് അവശേഷിക്കുന്നത് 1 കളിയാണ്. അവർക്ക് ലഭിച്ച പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 കളികളിൽ നിന്നും 1 പോയിൻ്റ് മാത്രമാണ്. ഇനി ശ്രീലങ്കയായിട്ട് അവർക്ക് ജയിക്കാൻ സാധിച്ചാൽ തന്നെ അവർക്ക് ഇനി ആകെ ലഭിക്കാൻ പോകുന്നത് 3 പോയിൻ്റാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഓൾറെഡി 4 പോയിൻ്റായി 2 കളികളിൽ നിന്നും. ഇനി 1 കളി ന്യൂസിലൻഡ് കളി അവശേഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇനി അടുത്ത കളി ജയിച്ചാൽ തന്നെ 3 പോയിൻ്റേ ആവുള്ളൂ. ന്യൂസിലൻഡിനെ സംബന്ധിച്ചോളം ഇനി അവർക്ക് ശ്രീലങ്കയായിട്ടും ഇംഗ്ലണ്ടായിട്ടും മത്സരമുണ്ട്. അതിൽ 2 കളിയും ജയിക്കാൻ സാധിച്ചാൽ അവർക്ക് 5 പോയിൻ്റായിട്ട് അവർക്ക് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് സെമിയിലേക്ക് പ്രവേശിക്കാം. ഇനി അവർ 2 കളിയും തോക്കുകയാണെങ്കിൽ മാത്രമാണ് പാകിസ്ഥാന് ഒരു സാധ്യത
പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ശ്രീലങ്ക പാകിസ്ഥാനെയും ന്യൂസിലാൻഡിനെയും പരാജയപ്പെടുത്തണം. ന്യൂസിലാൻഡിനെയും പാകിസ്ഥാനെയും ശ്രീലങ്ക പരാജയപ്പെടുത്തുകയും ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോടും ശ്രീലങ്കയോടും പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും സെമിയിലേക്ക് കടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെയും ശ്രീലങ്കയും പരാജയപ്പെടുത്താൻ ന്യൂസിലാൻഡ് സാധിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും സെമിയിലേക്ക് കടക്കും. അതല്ലാതെ പാകിസ്ഥാന് ഇനി കിടക്കുക എന്ന് പറയുന്നത് ഈ മറ്റ് വിജയങ്ങൾ, ഈ ശ്രീലങ്കയുടെ, ന്യൂസിലാൻഡിൻ്റെ, ഇംഗ്ലണ്ടിൻ്റെയൊക്കെ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും പാകിസ്ഥാൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും വളരെ മികച്ച ഒരു മത്സരമാണ്, വളരെ മികച്ച മത്സരം തന്നെ ഗ്രൂപ്പിലും നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ സെമിയിലേക്ക് കടക്കും, ഏകദേശം ഇംഗ്ലണ്ട് കടക്കുന്ന കാര്യത്തിൽ ഏകദേശം കൺഫേമായി, മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് കഴിഞ്ഞാലും ആരൊക്കെ സെമിയിലേക്ക് കടക്കും, ആര് ഫൈനലിൽ പ്രവേശിക്കും, ആര് കപ്പടിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മാച്ചിൻ്റെ എല്ലാ റിവ്യൂസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാവരും കാണുക, മറ്റ് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.